സീരീസ് സർക്യൂട്ടിൽ ഒരു പ്രോബ്ലം ചെയ്യാം. സീരീസിൽ റെസൊണൻസ് കണ്ടീഷൻ ആകുമ്പോഴുള്ള പ്രോബ്ലമാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. നമ്മുടെ വോൾട്ടേജ് സപ്ലൈ വോൾട്ടേജ് ആയിട്ട് തന്നിരിക്കുന്നത് 200√2 സൈൻ 100 പൈ ആണ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വി എം സൈൻ ഒമേഗ ടി ആണ്. വി എം ആണ് മാക്സിമം വോൾട്ടേജ് ആണ് 200√2. പക്ഷെ ആർ എം എസ് വാല്യൂ എന്ന് പറയുമ്പോൾ അതിനെ ബൈ √2 ചെയ്യുക. ദാറ്റ് ഈസ് 200 വോൾട്ട് ആണ് നമ്മുടെ ക്യാപിറ്റൽ വി. ഒമേഗ 0 എന്ന് പറയുന്നത് 100 പൈ ആണ്. ഒമേഗ എന്ന് പറയുന്നത് പിന്നെ ഒമേഗ 0 റെസൊണൻസ് കണ്ടീഷൻ ആയതുകൊണ്ട് ഒമേഗ 0. അപ്പോഴാണ് മാക്സിമം കറണ്ട് 0.314 ആവുന്നത്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് 200 ഡിവൈഡ് ബൈ 0.314 എന്ന് പറഞ്ഞാൽ 637 ഓം ആണ്. അടുത്തത് വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ കാണാനാണ്. വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ 300 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഐ എം ഇൻറ്റു എക്സ് സി. എക്സ് സി എന്ന് പറഞ്ഞാൽ 1/ω0 ഇൻറ്റു സി, 1/2πf ഇൻറ്റു സി. ആ 2πf ഇൻറ്റു സി എഫിന് പകരം ω0. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ, കപ്പാസിറ്ററിൻ്റെ വാല്യൂ ഇപ്പോൾ ഇതിൽ നിന്ന് ഉണ്ടാക്കണമെങ്കിൽ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകും, 300 താഴത്തേക്ക് കൊണ്ടുവരും. ഐ എം മുകളിലാണ്, ഐ എം ഇൻറ്റു ആണ്. അപ്പോൾ ഐ എം ഡിവൈഡഡ് ബൈ ω0 ഉണ്ടാവും. സി അപ്പുറം പോയി അല്ലേ, വി എം ഉണ്ടാവും. ഐ എം മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് 0.314 ആണ്. ഡിവൈഡഡ് ബൈ ω0 എന്ന് പറഞ്ഞാൽ 100 പൈ ആണ്. 100 ഇൻറ്റു 3.14 ഇൻറ്റു 300 ദാറ്റ് ഈസ് 3.33 ഇൻറ്റു 10⁻⁻6 ഫാരഡേ ആണ്. ഇനി അപ്പോൾ ഉള്ള റിയാക്റ്റൻസ് കാണണമെന്നുണ്ടെങ്കിൽ ഇതേ വോൾട്ടേജ് തന്നെയാണ്. വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ 300 ആണെങ്കിൽ അതിന് തുല്യമാണ് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ. രണ്ട് വോൾട്ടേജും തുല്യമായിരിക്കും റെസൊണന്റ് കണ്ടീഷനിൽ. വി എൽ ഈക്വൽ ടു വി സി ആണ്. സോ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ ഐ എം ഇൻറ്റു ഒമേഗ ഇൻറ്റു എൽ ആണ്. ദാറ്റ് ഈസ് എക്സ് എൽ ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ 100 പൈ ആണ്. അപ്പോൾ 300 ഡിവൈഡ് ബൈ എൽ കാണാൻ 300 ഡിവൈഡ് ബൈ ഐ എം ഇൻറ്റു ω0 വരും. അപ്പോൾ ഐ എം എന്ന് പറയുന്നത് 0.314 ഡിവൈഡഡ് ബൈ 300 വോൾട്ട് ഡിവൈഡഡ് ബൈ ഐ എം താഴെയാണ് 0.314 ഇൻറ്റു 100 പൈ. 100 ഇൻറ്റു 3.14 എന്ന് പറഞ്ഞാൽ 3.03 ഹെൻറി ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.